ഹലോ. അപ്പം നമ്മുടെ പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് കാവേരി ആറ്റിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരണം. അതാണ് തീർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാവേരി ആറ്റിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. കർണാടകയിൽ മഴ പെയ്യുകയോ അവിടെ ഡാമൊക്കെ തുറന്നുവിടുകയോ ചെയ്താൽ മാത്രമേ കാവേരി ആറ്റിൽ നിറയെ വെള്ളം ആവുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ എത്ര കുടം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കുടം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം ഒരുപാട് ഉള്ളിലോട്ട് പോയാലേ നല്ല വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ആദ്യമേ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറേ പേര് ആറ്റിനകത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പം എടുത്തുകൊണ്ട് വന്നവരൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി പൂജ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും അവരവരുടെ കുടങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ പേരും വന്നാൽ മാത്രമേ പൂജ തുടങ്ങുകയുള്ളൂ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ഇനിയും കുറച്ച് പേര് ആറ്റിനകത്ത് തന്നെയുണ്ട്. അവരൊക്കെ ദാ വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന നമ്മളെ കാവേരി ആറാണ് കേട്ടോ. കാവേരി ആറും കാവേരി പാലമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും വന്നതിന് ശേഷം ഫുഡ് ഉണ്ടായിരുന്നു. തക്കാളി സാദവും തൈര് സാദവുമായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വിശ്രമിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ പൂജയൊക്കെ തുടങ്ങി കേട്ടോ. പൂജ തുടങ്ങാൻ എല്ലാവരും വന്ന് ഈ ആഹാരം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പൂജ തുടങ്ങിയത്. പൂജയൊക്കെ ഇവിടുത്തെ പോലെയൊന്നുമല്ല, പ്രത്യേക രീതിയിലുള്ള പൂജകളൊക്കെയാണ്. അപ്പോൾ ഈ ചെണ്ട കൊട്ടുന്നതൊക്കെ വളരെ മനോഹരമാണ് കേൾക്കാൻ. അവർ ചെണ്ട കൊട്ടുക മാത്രമല്ല അതിൻ്റെ കൂടെ പാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ചെണ്ടയൊക്കെ കൊട്ടി പാടി പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഈ തീർത്ഥം നമ്മളെ ക്ഷേത്രത്തിൽ എത്തിക്കണം. അതാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ നല്ല കുറച്ച് നേരം അരമുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു പൂജ. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരവരുടെ കുടങ്ങളും എടുത്ത് ഇതാ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം നേരെ നമുക്കിത് ക്ഷേത്രത്തിലെത്തിക്കണം. അങ്ങനെ അതിനായിട്ട് എല്ലാവരും പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി അത് എത്തിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണാനുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും അവിടുത്തെ ഒരുപാട് ആചാരങ്ങളും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.